എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഓയിൽ കണ്ട, ഇത് ഞാൻ തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറയട്ടെ. തലചൊറിച്ചൽ, താടി ചൊറിച്ചൽ, അതുപോലെ തലയിലും താടിയിലും നിറയെ താരൻ, അതുപോലെ തന്നെ ശരീരം ചൊറിച്ചൽ, പിന്നെ സോറിയാസിസ് വരെ മാറും എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. എന്തെന്ന് വെച്ചാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ദന്തപ്പാല. ഇത് രണ്ടും മാത്രം മതി ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ. ഞാനിത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ്. ആ ഉണ്ടാക്കുന്നത് തുടക്കം മുതൽ ഈ ഓയിലായി വരുന്നത് വരെയുള്ള വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് എന്തൊക്കെ ഗുണങ്ങളാണ് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, തലചൊറിച്ചിൽ, താരൻ. ശരിക്ക് താരൻ ഉണ്ടാകുമ്പോഴാണ് തലചൊറിച്ചിലും അതുപോലെ മുടി കൊഴിച്ചിലും ഒരുപാട് ഉണ്ടാകുന്നത്. എൻ്റെ മുടി കൊഴിഞ്ഞിട്ട് അതിനെപ്പറ്റി പറയുന്നു വേണ്ട, എനിക്ക് ഒരുപാട് വയസ്സുണ്ട്. നിങ്ങൾ കാണുന്നതിലും ഒരുപാട് വയസ്സ് എനിക്കുണ്ട്. അപ്പോൾ എനിക്കൊരു പനി വന്ന്, ഒരു ദിവസത്തെ ഒരു പനി വന്നതാണ്, ഒരു 3 വർഷമായി. ആ പനി വന്നിട്ട് പിന്നീട് മുടി കൊഴിഞ്ഞ് പോയി. പിന്നീട് ആ മുടി വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര താരനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒരുപാട് ആൾക്കാർക്കുണ്ട്. ഞാൻ അവിടെ ജീവിക്കുമ്പോഴും എനിക്കും അറിയാം, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ എൻ്റെ കയ്യിൽ വെച്ചത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ, എനിക്ക് ഉപയോഗിക്കാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു തരത്തിലുള്ള എണ്ണയാണിത്. ദന്തപ്പാല എടുക്കുക, ഒരു 100 മില്ലി ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക. അതുപോലെ തന്നെ ദന്തപ്പാലേൻ്റെ ഇല ഒരു 25 എണ്ണം എടുക്കുക. ഇനിയിപ്പം ദന്തപ്പാല എന്താണെന്ന് അറിയില്ല എങ്കിൽ നമ്മളെ ടൗണിലൊക്കെ പോയിട്ട് മരുന്ന് കടയിൽ ഓർഡർ ചെയ്താൽ അവർ കൊണ്ടുത്തരും. അതുപോലെ നമ്മളെ ചുറ്റുപറമ്പത്തൊക്കെ ഉണ്ടാകുന്ന സംഭവമാണിത്. അപ്പോൾ ഒരു 25 ദന്തപ്പാല ഇല എടുക്കുക, 100 മില്ലി ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ടൊരു പാത്രത്തിൽ ഇത് രണ്ടും ഇട്ടിട്ട് നല്ല വെയിലത്ത്, ഇതേപോലത്തെ വെയിൽ, നല്ല കഠിനമായ വെയിലത്ത് ഇത് ഒരാഴ്ച വെക്കുക. ഒരാഴ്ച ആകുമ്പോഴേക്ക് ഇതേപോലെ നല്ലൊരു എണ്ണയായിട്ട് മാറും. ഇപ്പം നമ്മൾ ഇട്ട് വെച്ച് 3-ാമത്തെ ദിവസം തന്നെ നല്ല ചുവന്ന കളറിൽ ആ എണ്ണയായി വരുന്ന കാണാം. അപ്പോൾ ഒരാഴ്ച ഇടുമ്പോഴേക്ക് ഈ ഇലകളെല്ലാം ഉണങ്ങി നല്ല ക്രിസ്പിയായിട്ട് പൊടിച്ചാൽ പൊടിയുന്നൊരവസ്ഥ വരും. അപ്പോഴേക്ക് ഇതിൻ്റെ നീര്, സത്ത് എല്ലാം ആ എണ്ണയിൽ ജോയിൻ്റ് ആയിരിക്കും. അത് അപ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരാഴ്ച കഴിഞ്ഞ് ഇതേപോലത്തെ ബോട്ടിലാക്കി വെച്ചിട്ട് അപ്പോൾ തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഗൾഫിലൊക്കെ ജീവിക്കുന്നവർക്ക് നമുക്ക് നാട്ടിൽ നിന്ന് കൊടുത്തേക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെയും താരനും ചൊറിച്ചിലും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ എണ്ണ ഉണ്ടാക്കാൻ സഹായിക്കുന്നതായിരിക്കും, ഈ എണ്ണ ഉപകരിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു അറിവ് ഞാനിവിടെ ഷെയർ ചെയ്തതേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ചൊറിച്ചിലും താരനും ഇല്ലാത്തൊരു ജീവിതം ആശംസിക്കുന്നു.